നമ്മുടെ നാട്ടിൽ പെൺകുട്ടിയെ സഹായിക്കാൻ, പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹായാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പിരിവുകൾ, അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ. ഇസ്ലാമിലെ കല്യാണത്തിൽ അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഭർത്താവിനാണ്. അതിൻ്റെ വലീമയാകട്ടെ, അതിൻ്റെ ഏത് കാര്യങ്ങളാകട്ടെ, ഉത്തരവാദിത്വം പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. കല്യാണമെന്ന് പറയുമ്പോഴേക്കും അതൊരു വലിയ ഭാരിച്ച, ഒരു 10 പവൻ ഉണ്ടെങ്കിലേ, 15 പവൻ ഉണ്ടെങ്കിലേ കല്യാണമാകൂ എന്നിടത്തേക്ക് സമൂഹം എത്തിച്ചിട്ടുണ്ട്. ഇസ്ലാം പറയുന്നത് നിങ്ങൾ മഹർ മാന്യമായി അങ്ങോട്ട് കൊടുക്കണം എന്നാണ്. പുരുഷൻ മഹർ കൊടുക്കണം. ചന്തയിൽ പോത്തിനെ വാങ്ങുന്നത് പോലെ വലിയൊരുനാളിന് കാലിയെ വില പറഞ്ഞു വാങ്ങാറുണ്ടല്ലേ? എത്ര വില? 40, ഒരു 35 ഞങ്ങൾ അങ്ങോട്ട് തരാം. അവസാനം ഒരു 37, 38 ഇങ്ങനെ കച്ചവടം ഉറപ്പിച്ചു പോരും. അതുപോലെ കച്ചവടം ഉറപ്പിക്കേണ്ട ഒന്നല്ല നമ്മൾ വളർത്തുന്ന നമ്മുടെ പെൺമക്കൾ. കാലികൾക്ക് വില പറയുന്നത് പോലെ വില പറഞ്ഞ് വിൽക്കേണ്ട ഒന്നല്ല നമ്മുടെ പെൺകുട്ടികൾ. വളരെ ഗൗരവത്തോടു കൂടെയാണിത് നാം മനസ്സിലാക്കേണ്ടത്. പല രൂപത്തിലാണ് സ്ത്രീധനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 10 പവൻ മഹർ അങ്ങോട്ട് തരും. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു 0 കൂടെ അതിൽ ചേർത്ത് 100 ഇങ്ങോട്ട് തരണം. 5 പവൻ മഹർ അങ്ങോട്ട് തരും, എന്നാൽ 50 ഇങ്ങോട്ട് തിരിച്ചു തരണം. ഞങ്ങളെ മോൻക്ക് മഹറൊന്നും സ്ത്രീധനമൊന്നും ഞങ്ങൾ ചോദിക്കണില്ല. പക്ഷേ ഓൻ്റെ പെങ്ങന്മാർക്ക് 2 50 പവൻ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ അവിടെ പറയേണ്ട ആവശ്യം? 2 പെങ്ങന്മാർക്ക് 50 കൊടുത്തിട്ടുണ്ട്. മൂത്ത മോൾക്ക് 70 പവൻ കൊടുത്തിട്ടുണ്ട്. ഒരു 10 സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ പറയേണ്ട ആവശ്യം? ഞങ്ങൾ സ്ത്രീധനം വാങ്ങണവരൊന്നുമല്ല. പിന്നെ ഈ പറച്ചിൽ എന്തിനാണ്? ഇത് വളരെ ഗൗരവത്തോടു കൂടെയാണ് മുസ്ലിം സമൂഹം നോക്കിക്കാണേണ്ടത്. സ്വർണത്തിനോടുള്ള, സമ്പത്തിനോടുള്ള ഭ്രമം, കല്യാണത്തിൻ്റെ പേരിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. സ്വർണ്ണം എടുക്കാനൊരു പോക്ക്, അത് വാഹനം ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നീ ആ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ ഒരു മൂത്തമ്മാനെ അറിയിച്ചിട്ടില്ലെങ്കിൽ, ഒരു എളാമാനെ അറിയിച്ചിട്ടില്ലെങ്കിൽ, കുടുംബത്തിലെ കാരണവരോട് അനുവാദം ചോദിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴേക്കും ബന്ധം തീരുമാനമായി. സ്വർണ്ണം എടുക്കാൻ ഒരു പോക്ക്, പിന്നെ ആ സ്വർണം കാണാൻ കുടുംബക്കാരുടെ വക ഒരു പോക്ക്. സ്വർണം വാങ്ങിയിട്ടുണ്ട്, മഹർ വാങ്ങിയിട്ടുണ്ട്, മഹർ കാണാൻ പോവാൻ. എന്നിട്ട് കല്യാണത്തിന് 2 ദിവസം മുന്നേ വീട്ടിലെത്തി എല്ലാവരും കൂടി സ്വർണം കാണൽ. എന്നിട്ടത് എത്രയുണ്ട്? 40 ഉണ്ടോ 50 ഉണ്ടോ? ഒരു പെണ്ണ് വീട്ടിലേക്ക് എത്തിയാൽ ആ സ്വർണം തൂക്കി നോക്കാൻ വരുന്ന കുറേ താത്താർ. എന്നിട്ട് അമ്മായിമ്മനോട് മോൾക്ക് കൊടുത്ത അത്ര ഇല്ലല്ലേ, ആകെ ഈ 10 പവനേ ഉള്ളൂലേ. സ്വർണം കാണാൻ വരുന്നവർ, സ്വർണം നോക്കാൻ പോകുന്നവർ, അഭിപ്രായം പറയാൻ വരുന്നവർ, എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കല്യാണം ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? കല്യാണമെന്ന് കേൾക്കുമ്പോഴേക്കും ഈ 10 പവനും 50 പവനും 60 പവനും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്? 10 പവനിൽ കൂടുതൽ ഇങ്ങോട്ട് വരണ്ടെന്നാണ്. ഈ 10 പവൻ എന്തിനാ? ഈ 10 പവൻ എന്തിനാണ്? അവൻ വിവാഹം കഴിച്ച് അവൻ്റെ ഭാര്യയ്ക്ക് സ്വർണം നൽകണമെന്നുണ്ടെങ്കിൽ അവൻ 10 പവനോ 100 പവനോ നൽകട്ടെ. പെണ്ണിൻ്റെ ഉപ്പയോട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് യാചിക്കുന്ന ഈ ഏർപ്പാട്, അത് മുസ്ലിം സമൂഹത്തിലെ പുരുഷന്മാർ വളരെ ഗൗരവത്തോടു കൂടെ നോക്കിക്കാണണം. ഒരാൾ തൃപ്തിപ്പെട്ട് തന്നാലേ അത് നമുക്ക് ഹലാലാകുള്ളൂ. തൃപ്തിപ്പെടാതെ ഒരു 5 പൈസ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലല്ല. പ്രിയമുള്ളവരെ, തൃപ്തിപ്പെട്ടിട്ടാണോ സ്ത്രീധനം തരുന്നത്? അങ്ങനെയാണെങ്കിൽ ത്വലാക്ക് നടക്കുമ്പോൾ തിരിച്ചു ചോദിക്കരുതല്ലോ. ത്വലാക്ക് നടക്കുമ്പോൾ തന്ന 50 തിരിച്ചു ചോദിക്കും. എന്തേ കാരണം? അത് കടമായിട്ടാണ്, തൃപ്തിപ്പെട്ട് തന്നതല്ല. വിവാഹമോചനത്തിൻ്റെ ചർച്ച വന്നാൽ അപ്പം പറയും, ഇതാ 70 തന്നിട്ടുണ്ട്, ആ 70 തിരിച്ചു കിട്ടണം. കാറ് തന്നിട്ടുണ്ട്, അതിൻ്റെ പൈസ തിരിച്ചു കിട്ടണം. ഒരു ഉപ്പിയും തൃപ്തിപ്പെട്ടിട്ടല്ല സ്ത്രീധനം കൊടുക്കുന്നത്. തൃപ്തിയില്ലാതെയാണ് കയ്യിലേക്ക് എത്തിയത് എങ്കിൽ അത് ഹലാലും അല്ല. അപ്പോൾ ഈ കല്യാണമോചനത്തിൻ്റെ, വിവാഹമോചനത്തിൻ്റെ സമയത്ത് കൊടുക്കാൻ കഴിയില്ല, ഒഴിവാക്കും വേണം. അപ്പോൾ വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിക്കും, ആത്മഹത്യ ഉണ്ടാകും, കയറിട്ട് ഫാനിൽ തൂക്കും,
കാരണം ഒഴിവാക്കി കഴിഞ്ഞാൽ 50 കൊടുക്കണം. ആ 50 അവിടെ ചെലവഴിച്ച് കഴിഞ്ഞു, അവനത് പൊടിച്ചു കഴിഞ്ഞു, കുടുംബം മുന്നോട്ട് പോകുന്നില്ല. പിന്നെ ഒറ്റ വഴി എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഇല്ലാതാക്കുക. എന്തിനാണ് ഈ മരണക്കണിയിലേക്ക് നമ്മുടെ പെൺമക്കളെ, നമ്മുടെ സഹോദരിമാരെ കൊണ്ടുപോകുന്നത് എന്നത് വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കണം. ലാ ദററ വലാ ളിറാർ. ഒരു മുസ്ലിമിനെ കൊണ്ട് ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകരുത്. നമുക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തന്നതിൻ്റെ പേരിൽ 5-6 വർഷം ഒരു മനുഷ്യൻ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന, അയാളുടെ ജീവിതം മരുഭൂമിയിൽ കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ എന്നാണ്. എന്തെങ്കിലും കൊടുത്താലേ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കയ്യിൽ എന്തിനാണ് മകളെ ഏൽപ്പിക്കുന്നത്? സഹോദരിമാരോട് പറയാനുള്ളത്, ദീനിന് പ്രാധാന്യം നൽകുക. ഒരു ചെറിയൊരു കഥ വായിച്ചു. പെണ്ണ് കാണാൻ വന്നപ്പോൾ ചെക്കൻ ചോദിച്ചു എന്നാണ്, അവൻ്റെ വീട്ടുകാർ ചോദിച്ചു, എന്ത് തരും? ഇറങ്ങിപ്പോകാൻ 5 മിനിറ്റ് തരും, അതാണ് തരാം, വേറൊന്നും തരൂല. ഇത് പറയാൻ മുസ്ലിം കുടുംബത്തിലെ സഹോദരിമാർക്ക് കഴിയണം, ബാപ്പാക്ക് കഴിയണം, കാരണവന്മാർക്ക് കഴിയണം. അങ്ങനെ പണത്തിന് വേണ്ടി വരുന്ന ഒരുത്തനിതാ ഇറങ്ങിപ്പോകാൻ സമയം തരും, അല്ലാതെ ഒരു 5 പൈസ സ്ത്രീധനമായിട്ട് ഇവിടുന്ന് തരൂല. ആ രൂപത്തിലേക്ക് സമൂഹം ഉയരണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്ലാമിലെ ബന്ധം ദീനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദീനുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമാവില്ല. ദീനിന് പ്രാധാന്യം കൊടുക്കുക. തെരിബത് യദാക്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും, കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നാലും ദീനിന് പ്രാധാന്യം നൽകുക. വിവാഹം എന്നുള്ളത് അത് വിസ ഉണ്ടാക്കാനല്ല. കല്യാണം കഴിച്ച് ഓളെ പൈസ കിട്ടിയിട്ട്, ഓളെ സ്വർണം കിട്ടിയിട്ട് പെരപ്പണി തുടങ്ങണം, അതുകൊണ്ട് ബിസിനസ് തുടങ്ങണം, അത് വെച്ചുകൊണ്ട് അവന് വിസ എടുത്ത് പ്രവാസിയാകണം, പുറത്തു പോകണം, അതിനല്ല വിവാഹം. പണം വേണം, മാന്യമായി അധ്വാനിക്കുക, തൊഴിലെടുക്കുക, ജോലി ചെയ്യുക. ഏത് തൊഴിലും മാന്യാണ്. സ്ത്രീധനം യാചിക്കലാണ്, ഇരക്കലാണ്. അത് മാന്യതയല്ല. അധ്വാനിച്ച് ജീവിക്കുക. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ വീട്ടിലെന്ത് വിലയാണ് ഉണ്ടാവുക? കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഉപ്പ കഷ്ടപ്പെട്ട്, ആ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാഹനം, അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്ത്രം, ആ വസ്ത്രവും ആ കാറും അതിലാണ് പോകുന്നത്. ആ വീട്ടിലെന്ത് വിലയാണ് ഉണ്ടാവുക? ആ കുടുംബത്തിലെന്ത് വിലയാണ് ഉണ്ടാവുക? അവരുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവുമോ? ആ ഉപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? ആ കൈപ്പിടിച്ചിരിക്കുമ്പോൾ പോലും ആ മനുഷ്യൻ്റെ മനസ്സ് നീറുന്നുണ്ടാകും. അതുകൊണ്ട് വാങ്ങിയവരുണ്ടെങ്കിൽ മാന്യമായി തിരിച്ചു കൊടുക്കുക. അത് കടമാണ്. പരലോകം പ്രയാസമായിരിക്കും. ഹക്കല്ലാത്ത, അനുവാദമല്ലാത്തൊരു മുതൽ നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, അവരുടെ തൃപ്തിയില്ല എങ്കിൽ നാളെ പരലോകം പ്രയാസമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ഈ ഓട്ടം, എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കണം എന്ന ചിന്ത, അതിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ആ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു മനസ്സ്, സമ്പത്തിനെ പരിശുദ്ധമാക്കുന്ന ഒരു ഹൃദയം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.